ആക്ച്വലി എനിക്ക് സ്റ്റേജ് 4 കോളൻ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാമാനം ഉള്ളിൽ കിടന്നിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് എന്റെ ശരീരം കാണിച്ചു തന്ന ഫസ്റ്റ് സിഗ്നൽ ആയിരുന്നു ഗ്യാസ് ട്രബിൾ. ഇതിന്റെ സീരിയസ്നെസിനെ പറ്റിയിട്ട് മുന്നേലെ വീഡിയോസിലും കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും വലിങ്ങനെ മൈൻഡ് ചെയ്യാത്ത കാര്യമാണ്, ഞാനും മൈൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 75 കിലോ ഉണ്ടായിരുന്നു ഞാൻ, ഈ കോലത്തിലുണ്ടായിരുന്ന ഞാൻ 50 കിലോ ആയി ചുരുങ്ങി. ഒരു 1-2 ആഴ്ച കൊണ്ട് ഈ കോലത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. നന്ന മെലിഞ്ഞ് ആകെ സീനായിട്ടുണ്ടായിരുന്നു. പിന്നെ കീമോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതോട് കൂടിയിട്ട് നല്ല രീതിയിൽ മാറ്റം വന്നത് ഈ കോലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പഴയ ആ ഒരു ഹെൽത്തി കണ്ടീഷനിലേക്കുള്ള ഒരു ജേണിയിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഇപ്പോഴും അധികം ആർക്കും അറിയില്ല ഈ ഒരു അമിതമായിട്ട് വരുന്ന ഗ്യാസ് ട്രബിൾ ഇത്രയും ഡേഞ്ചർ ആണ് എന്നുള്ളൊരു കാര്യം. എന്ന് വെച്ചാല് നമ്മൾ സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എമ്മക്കം വിടുന്നതൊന്നും അത്ര വലിയ സീനൊന്നുമല്ല. ഒന്നും ക്യാൻസറിന്റെ ലക്ഷണമോ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത്, അതായത് നമ്മുടെ ദഹനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ ശരീരം കാണിച്ചു തരുന്ന സാധനമാണ് ഗ്യാസ്. അത് ചിലപ്പോ ഉമ്മറം വഴിയോ പിന്നാമ്പറം വഴിയോ അതിന്റെ പാട് നോക്കിയിട്ട് പോയിക്കോളൂ. അതിന് നമ്മൾ വലിയതായിട്ട് പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ശ്രദ്ധിക്കണ്ട. പക്ഷേ ഇതിന്റെ ഇടവേളകൾ കൂടുകയോ അതിന്റെ എമ്പക്കത്തിന്റെ നീളം കൂടുകയോ, മീൻസ് അതിന്റെ ഡെപ്ത് കൂടുകയോ, ഇടക്കിടക്കേ വരുമോ, നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് കഴിച്ചിട്ട് ഒരുപാട് സമയം വരുമോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിക്കണം. ആരെങ്കിലും അടുത്ത് തന്നെ അഭിപ്രായം ചോദിക്കോ കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ അടുത്ത് പോയിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണോ അല്ലെങ്കിൽ സ്കാനിങ്ങോ കാര്യങ്ങളോ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉള്ളിൽ കുഴപ്പമുണ്ടെന്നൊക്കെ, ചിലപ്പോൾ കോളനോസ്കോപ്പിയോ എൻഡോസ്കോപ്പിയോ കാര്യങ്ങൾ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ ആൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി അഥവാ ക്യാൻസർ ആയിട്ടുണ്ടെങ്കിൽ വിചാരിച്ച് പേടിച്ചിരിക്കൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു ക്യാൻസറിനെ കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ പണി. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം എന്താണ്, നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, കൂളായിട്ട് നമുക്ക് സേഫായി പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റും. അത് വെറുതെ പറയുന്നതല്ല. സ്റ്റേജ് 4 അതും നമുക്ക് CA കൗണ്ട്, ക്യാൻസർ കൗണ്ട് ഏറ്റവും ഹൈ ലെവലിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്നത് നോർമലി ഇരുന്നിട്ട്. ശരിക്കും ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ട് സ്റ്റാർട്ടിങ്ങിലെ ഇതൊക്കെ ഇത്രയും സീരിയസ് ആണെന്ന് എനിക്കാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസ്ട്രോളുടെ ടൈമിലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മരുന്നിൽ തീരേണ്ട പരിപാടി ആയിരിക്കും. ചിലപ്പോൾ എന്താ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തു കളയേണ്ട പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ കോളനോസ്കോപ്പിൽ തന്നെ പരിപാടി തീരുമായിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ അത് വെച്ച് നിന്ന് അത് മുഴയായി വണ്ണം വെച്ച് കുടല മുഴുവൻ അമർന്ന് പിന്നെ അത് ക്യാൻസർ ആയി, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലായി, ചെക്കിംഗ് ആയി, പിന്നെ സ്കാനിങ്, മരുന്ന്, പിന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, സർജറി, അത് ഇതായിട്ട് മംഗലപ്പരിയും കളർഫുള്ളും ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നുന്നുണ്ട്, നമുക്കൊരു പന്തികേട് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കാണാം. അദ്ദേഹം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ എൻ്റെ അടുത്തായാലും ആരുടെ അടുത്തായാലും ഒന്ന് വിളിച്ചു വയ്ക്കാൻ നിൽക്കണ്ട. ഏറ്റവും അടുത്തുള്ള നല്ലൊരു ഗ്യാസ്ട്രോ സർജനെ പോയി കാണിക്കുക, ട്രീറ്റ്മെന്റ് എടുക്കുക, ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക. അപ്പൊ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ വിദേശത്തെല്ലാം നിൽക്കുന്നവർക്കൊക്കെ കൂടുതൽ ഇപ്പൊ ടൈം സോൺ തെറ്റി വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്നവർക്കെല്ലാം കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ എന്നാൽ പോലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, കാരണം അവർക്കും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ ഇത്. അടുത്ത വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് ആദ്യം ഞാൻ കണ്ട പക്ഷെ ശ്രദ്ധിക്കാതിരുന്ന ഒരു മാറ്റം.